ഓ ഗൈസ്, അപ്പം നല്ലൊരു മഴ പെയ്ത് നമ്മളെ മിനിക്കുട്ടനൊക്കെ നനഞ്ഞ് സെയിം സമയത്താക്കട നമുക്ക് ഇവിടെ വലിയൊരു പ്രൊഡക്റ്റ് എത്തിയിരിക്കുന്നു. എന്തേലും ഗസ് കേട് ഒന്നുമില്ല കേട്ടോ, പ്ലെയിൻ ആയിട്ട് സാധനം. അത്യാവശ്യം നല്ല ഹ്യൂജ് ആണ്. ഡ്യൂഡി കടന്നാൽ ഇതിന്റെ അത്ര ഉണ്ടാവും ഗൈസ്. അത്രയ്ക്കും ഒരു ടൈപ്പ് ഓഫ് ഗാഡ്ജറ്റ്സ് ആണ്. ഇതാക്കണം വലിയതാട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ഒന്ന് പൊക്കിയോ കുഞ്ഞോളാ, പൊക്കിയൊക്കെ അങ്ങനെ കനുണ്ടോ നോക്ക്. അത്യാവശ്യം നല്ല കനല്ലേ? സോ അത്യാവശ്യം ഹ്യൂജ് സാധനമാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. വലിച്ചു കൊണ്ടേക്ക് കുഞ്ഞുമോളെ പറഞ്ഞ് നാക്ക് വായിലിട്ട് അപ്പത്തേക്ക് നിൽക്കണ മഴ ചാറാൻ തുടങ്ങി. നല്ല ക്ലൈമറ്റ് ആട്ടോ, ചൂടൊക്കെ മാറി കൊച്ചിയിൽ ഇപ്പം മഴക്കാലമായി. ഇത് എടുത്ത് കൊണ്ടുപോഞ്ഞോളെ. ഇതൊക്കെയാ ഇത് മൊത്തം കീറിട്ടോ, ഡാമേജ് ആണ് കേട്ടോ പാക്കേജ് മൊത്തം. സാധനം പൊട്ടിയിലേക്കോ. നല്ല മഴ ആട്ടോ പുറത്ത്, അതുകൊണ്ട് നമുക്ക് ഡോറ് ക്ലോസ് ചെയ്യാം. സോ കുഞ്ഞുമോൾ ഇത്രയും വലിയ പാക്കേജ് ആണ് ഞങ്ങൾ ഇതാക്കണം. ഇതിന്റെ മുകളിൽ കയറ്റി വെച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിനക്കുള്ള സാധനം, നിനക്കുള്ള സാധന, നിനക്കുള്ളതാ. ആ നിനക്ക് നിനക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിയതാ. നിന്നെ കളിപ്പിക്കാൻ വേണ്ടി, നിനക്ക് കളിക്കാൻ അല്ല. അപ്പൊ ഡ്യൂട്ടിക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിയ ഒരു സാധനമാണ്. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. നോ ഡാർലിംഗ്, അതല്ല. നോ പൊളിച്ചോ പോട്ടെ. ഇല്ല മുറിയത്തില്ല. അപ്പൊ നമുക്ക് ഇനി തുറക്കാം. ഇപ്പോഴും ലാസ്റ്റ് ചാൻസ് എന്താന്ന് പറയാനുള്ള ലാസ്റ്റ് ചാൻസ്. എനി ഐഡിയ? റോബോട്ട് എനിക്ക് അറിയില്ല. സോ തുറന്നോളൂ മോളെ. ഇതെന്താന്ന് മനസ്സിലായില്ല? എന്നിട്ട് മനസ്സിലായില്ല? നമ്മൾ വലിയൊരു കാറാണ്. ഇതിന്റെ കളർ ഏതാ? കളർ ഇത് പോലീസ് കാറാണ്. പോലീസ് കാർ എന്ന് പറയും. ഒരുപാട് എനിക്ക് മേടിച്ചാൽ നോക്കി ഏജിന് പറ്റത്തില്ല, കുട്ടീനെ മേലെ കയറ്റാൻ പറ്റത്തില്ല പറഞ്ഞിരുന്നു. വെറും കാറല്ല കേസ്, ഞങ്ങൾ പോലീസ് കാറാണോ ഇത്. ഡ്യൂട്ടി പോലീസ് ആണ് ഇനി മുതൽ. അവൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയതാണ് ഗൈസ്. അപ്പൊ ഇത് പാർട്സ് ആയിട്ടാണ് നമ്മളുടെ കാറ് വന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഇതിന്റെ ടയറുകൾ എടുത്താലോ? ടയറുകൾ നോക്കിയാ സ്റ്റിയറിംഗ് എടുത്ത് മാറ്റിക്കോ. ഓ ഗൈസ്, ഇതാണ് സ്റ്റിയറിംഗ് കേട്ടോ നമ്മളെ കാറിന്റെ. ഇത് സ്റ്റിയറിംഗ് തന്നെ ആണോ അതോ ഇതിന്റെ ബമ്പറാന്ന് തോന്നുന്നുണ്ട്? സ്റ്റിയറിംഗ് ബമ്പറാന്ന് തോന്നിട്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. ആ അതെ. പിന്നെ ഇതാക്കണ ടയർ 4 ടയറുണ്ട് കേട്ടോ. ഓ യാ ബേബി. ഓ ടയറിന്റെ മുകളില് വെയിറ്റ് ഒക്കെ ഉണ്ട്, നല്ല വെയിറ്റ് ഉള്ള സാധനം. നമുക്ക് ടയർ അല്ല ഫുൾ വാട്ടർ പ്രൂഫ്. 3-4 ഉണ്ടാവും. ഒന്ന് ഇതിന്റെ അടിയിലുണ്ടാവും. ഇത് ഓട്ടോറിക്ഷ അല്ല, ഇത് കാറാണ്. ഐ മീൻ ഇത് ജീപ്പാണ്. സോറി, ജീപ്പ് മോഡൽ. ഇത് വെച്ച് നമുക്ക് റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്യാം. ഇതിൽ ഇരുന്നിട്ടും വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. സ്റ്റിയറിംഗ് വീല് ഭയങ്കര ചെറുതായി പോയില്ലേ? കുഴപ്പമില്ല. അടുത്ത എന്താ ഉള്ളത്? ഇവിടെ കുറെ വയറും കാര്യങ്ങളും. അതൊന്ന് മുറിക്കതിട്ടോ കുഞ്ഞോ. ഇത് മൊത്തം സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഇത് മൊത്തത്തിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് ഫിറ്റ് ചെയ്യണം കേസ്. നല്ല ചടങ്ങ് പരിപാടി ഏതായാലും കിട്ടി. എന്താ പൊക്കാൻ കഴിയുന്നില്ല? കഴിയില്ലേ? കഴിയാത്ത പണിക്ക് നിൽക്കരുത്. എന്താ പതിയെ ഗൈസ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ സാധനം ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ച്. ഇതൊക്കെ ടയർ ഇടേണ്ട സ്ഥലം കേട്ടോ. ഇവിടെയാണ് ടയറും കാര്യങ്ങളൊക്കെ ഇടേണ്ട. സ്ക്രൂസൊക്കെ ഉണ്ട്. 4x4 പോലീസിൻ്റെ വണ്ടിയാണ്. ഞാൻ ഇത് ഫുൾ സെറ്റ് ആക്കണം. സ്റ്റിയറിംഗ് വീൽ ഇതൊക്കെ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ നല്ലോണം ഒട്ടിക്കണം സാധനങ്ങളൊക്കെ. എന്താ ഇത് മോട്ടർ ഇങ്ങനെ കാണല്ലോ കുഞ്ഞു. ഇതൊക്കെ നമ്മളെന്താ ചെയ്യാ പഠിച്ചാനെ? അപ്പൊ ഞാനും നോക്കണേ. നമുക്കിവിടെ ഇതാക്കണ്ട മോട്ടറൊക്കെ ഇങ്ങനെ ഒരു ഊരി പോകുന്നതല്ലേ. ഇത് ഇട്ട് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഞങ്ങളെ. ഇത് ഇങ്ങനെയാണ് കിട്ടിയത്. അത് ഓൾറെഡി അതിൽ ഫിറ്റായി. പിന്നെ ഇത് എന്താ സംഭവം? ഇതൊക്കെ നോക്കിയാ ഇളകി കിടക്കുന്നു. അവരുടെ ടാപ്പ് കൊട്ടിച്ചു. ഡായിപ്പാണോ കുഞ്ഞുമോളെ മൊത്തത്തില്? തലക്കാലോ ഞാനിതാക്കണ ടാപ്പ് ഇട്ടിട്ടൊക്കെ ഒന്ന് ഒട്ടിക്കടഞ്ഞ് പറയാൻ പറ്റില്ല എന്താ സംഭവം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്കൊന്ന് ഒട്ടിച്ചൊന്ന് വൃത്തിയാക്കാം ഗൈസ്. അപ്പോൾ ഇത് നമ്മളെ വണ്ടിന് ബാക്കിൽ വെക്കുന്ന സാധനമാണ്. പക്ഷെ അതിന്റെ ഉള്ളിലാണ് നമുക്ക് അലോവിൽ കിട്ടുന്നത്. തുറക്കടി. സോ ആ അലോവിൽ എടുത്തിട്ട് നമുക്കിതാ ടയറിന്റെ ഇവിടെ വെക്കണം. എന്നാൽ മാത്രമേ ടയർ കാണാൻ ആ സാധനം വെക്കുക. അതെടുത്തോ പൊട്ടിച്ചോ. സോ നല്ല രസമുണ്ട് കേട്ടോ. അത് ഫിറ്റ് ചെയ്തപ്പോൾ കാണാൻ അത്യാവശ്യം രസമുണ്ട്. സോ ഇങ്ങനെ കുടുക്കിയിടുക കേട്ടോ. കണ്ടില്ല, ഇങ്ങനെ ഇറക്കി ജസ്റ്റ് സെറ്റ് ആയാളെ ഗൈസ്. അപ്പൊ നമ്മളിത് ടയർ ഇടാൻ പോവാണ്. ഇതിലെങ്ങനെയാണ് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങളെ. കുറച്ച് ഒരു റിസ്കി സാധനമാണ്. നമുക്ക് ടയർ ഇങ്ങനെ അടിച്ചടിച്ച്
ഗൈസ് ഇത് ഭയങ്കര പണിയായിട്ട് ഉണ്ടാക്കാൻ കുറച്ച് ഡാമേജസ് ഇതിലുണ്ടല്ലോ നല്ല ഡാമേജ് നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ എങ്ങനെയൊക്കെ ഞങ്ങളൊരു 4 ടയർ അതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഓടിക്കുമ്പോ ഊരിപ്പോവാന്നാണ് എന്റെ പേടി ഗൈസ്. കാരണം സ്ക്രൂസ് ഒന്നും കാണുന്നില്ല ഇടാനുള്ള. എന്തൊക്കെ ചെയ്ത് കൂട്ടണം. അതിന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ ഇതാണ് സംഭവം. 4 ടയറൊക്കെ വെച്ച് ഉള്ളത് ഞങ്ങൾ വൃത്തിയിലാക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ഉള്ളിലത്തെ സീറ്റും കാര്യങ്ങളൊക്കെ വെക്കണം. ഇതെന്താടി ബാക്കില്? അത് ബാക്കത്തെ അല്ലല്ലോ, അത് ഫ്രണ്ടത്തതാ. ബാക്കിലാണ് ഈ സാധനം വെക്കണത്. ബാക്കിലോട്ട് ഇത് ലൈറ്റ്. ആ അതിന്റെ വയർ ഇതാക്കണം, അവിടെ കണക്ട് ചെയ്യണം. അത് നല്ലോണം കണക്ട് ചെയ്യട്ടോ. ഇവിടെ കുറെ ബട്ടൺസ് ഒക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? ഓ ലൈറ്റ് ഒക്കെ എത്തുന്നുണ്ട് ഗൈസ്. ചാർജ് ഉണ്ട്. ചാർജ് അൺഎക്സ്പെക്ടഡ് ആയി പോയി. ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയി പോയിട്ടത്. ഇത് ഓഫ് ഓൺ ബട്ടൺ കേട്ടോ. ഇത് വേറെ എന്തൊക്കെയോ ബട്ടണാണ്. ഇതിങ്ങനെ ഓൺ ആക്കുമ്പോ കണ്ടില്ലേ ഗൈസ്. അപ്പൊ അടുത്ത് ഞങ്ങൾ സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ പിടിപ്പിക്കുന്നത്. ഈ കമ്പി ഉണ്ട്, ആ കമ്പിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഇട്ടുക. നല്ല പണിയായിട്ട് ഗൈസ്. അവിടെ ഇതാക്കണ ഒരു സ്ക്രൂ ഒക്കെ ഇട്ട് സെറ്റാക്കി അത്യാവശ്യം നല്ല പണിയുണ്ട് നമ്മളെ വണ്ടി റെഡി ആക്കാൻ. ഓ എന്താ മിററൊക്കെ വെച്ച് സെറ്റാക്കി. ഇനി ബമ്പർ ഉണ്ടോ? സീറ്റ് കുഞ്ഞോളെ കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ എന്താ പറയുക, ഉണ്ടാക്കാൻ വയ്യല്ലോ കുഞ്ഞാളെ. നല്ല മെനക്കെട്ട പരിപാടി ഇട്ടത്. ഡ്യൂട്ടി ഇത് കണ്ടപ്പോൾ ആദ്യം സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞ ആളാണ്. ഓക്കെ ഓക്കെ എല്ലാവരും തൊടുത്ത് വെച്ചിട്ടുള്ളൊരു പരിപാടിയിലാണ് നമ്മളെ വണ്ടി നിൽക്കുന്നത്. ഫുള്ള് സെറ്റാക്കി നോക്കണം. കെട്ടി വലിക്കാനുള്ള സാധനമൊക്കെ കയറതിൻ്റെ ആവശ്യമുണ്ട്. മിനിയില്ലേ കെട്ടി വലിക്കേണ്ടത്. സോ നമ്മളുടെ കാർ റെഡി. ഇനി ഇതിന്റെ റിമോട്ട് എടുക്കണം. സീറ്റ് ഇവിടെ 3 സ്റ്റാർ ആക്കട്ടെ ഗൈസ്. ഡോറൊക്കെ ഓപ്പൺ ആക്കട്ടോ. ഡോറൊക്കെ ഓപ്പൺ ആവാ. തുറന്ന ഓ ഡോറൊക്കെ ഓപ്പൺ ആക്കി ഗൈസ്. അത് കൊള്ളാം കേട്ടോ. അത് തുറന്ന യെസ് ഡോർ ഓപ്പൺ ആക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ചാർജ് ഫുള്ളാ. ധൈര്യമായിട്ട് ഇട്ടോ, ധൈര്യമായിട്ട് ഈ സീറ്റ് ഇട്ടോ. ചാർജിങ് ബോർഡ് വെച്ചിട്ട് നിനക്ക് കയറി ഇരിക്കാൻ കഴിയൂലേ? അതാ ഞാൻ നോക്കണേ. എന്റെ ഒരു ഊഹം വെച്ചിട്ട് 8 വയസ്സെന്നാണ്. കുഴപ്പമില്ല, നീ ഒരു 10 വയസ്സ് കൂടുതലല്ലേ ഉള്ളൂ കുഞ്ഞാളെ. ധൈര്യമായിട്ട് വെച്ചോ ഗൈസ്. അങ്ങനെ ഞാനും കുഞ്ഞാള് കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് കുഞ്ഞാളെ കുറച്ച് കാലത്ത് നഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഇതാക്കണം നമ്മളെ വണ്ടി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. സോ കുഞ്ഞുമോളെ ഓൺ ആക്കി ഇതിന്റെ ഫ്രണ്ട് ലൈറ്റ് കാണാൻ വേറെ മൂടാ. അല്ല ആദ്യം ഓൺ ആക്കി എന്നിട്ട് കയറാം. റെഡി 1 2 3. ഓ ബേബി എന്തല്ലേ സാധനം എന്താ ഹോൺ അടിച്ചതല്ലേ? ഓക്കെ. സോ ഇതാക്കണ മുമ്പത്ത് നല്ല ഹെഡ് ലാമ്പ് കേട്ടോ. ഒരു എന്താ പറയുക ടിൻഡ് അല്ല അതിന് പറയാ, ഫോഗ് ഒക്കെ ചെയ്തിട്ടൊരു കണ്ടില്ലേ? നല്ല ഭംഗിട്ടോ. ഈ ഒരു ഭാഗം കാണാൻ അടിപൊളി. മുകളിൽ ഇതാക്കണ വേറെ ലൈറ്റ്, ബാക്കില് ബ്രൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് നമുക്ക് അറിയേണ്ടത് വെച്ചാൽ ഡ്യൂഡിനെ കയറ്റിട്ട് ഇത് ഓടുമെന്നാണ് നമുക്ക്. അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ കുഞ്ഞു കയറിക്കോ. ഓക്കെ പൊട്ടാണ്ട് നോക്കണം. ഓക്കെ റിമോട്ട് എന്റെ കയ്യിലുണ്ട് കേട്ടോ. സോ ഓടിച്ചു നീ അത് കയറ് നമുക്ക് നോക്കാം. അത് തുറന്നു ഡ്യൂഡി. ഏത് നിമിഷം വേണമെങ്കിലും ഇത് പൊട്ടാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് കുഞ്ഞു. ഓക്കെ ഇരുന്നോളൂ. ഓ ഓൾക്ക് ഇരിക്കാനൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. ബാത്റൂമിൽ ഇരിക്കുന്ന പോലെ ഇരുന്നാ മതി കുഞ്ഞാളെ. ബാത്റൂമിൽ ഇരിക്കുന്ന പോലെ ഇരുന്നാ മതി, മനസ്സിലായോ? വേറെ ഒന്നും വിചാരിക്കണ്ട. സോ ഓ മൈ ഗോഡ് കാലൊക്കെ എടുത്ത് അവൾ ഇരുന്നിട്ടോ. ഡോറ് അടച്ച് ഹെൽമെറ്റ് കൂടി വേണ്ടി വരും കേട്ടോ. എന്റെ കളി നോക്കിയാ വണ്ടി എന്ത് ക്യൂട്ട നോക്കിയാ കാണാന്. സോ ഞാൻ കുഞ്ഞോളാ ഞാൻ കൺട്രോൾ ചെയ്യട്ടെ ഒരു മിനിറ്റ്. അല്ലല്ല ഞാൻ കൺട്രോൾ ചെയ്യും. ഓക്കെ എന്നിട്ട് നീ കൺട്രോൾ ചെയ്താൽ മതി. സോ നമ്മൾ ഇതാക്കണ റിമോട്ട് ഇവിടെ ഉണ്ട് നമുക്ക്. ഓക്കെ ആദ്യം നമ്മൾ ബാക്കോട്ട് എടുക്കാം. ഓ ഓ ഓ ഓ മൈ ഗോഡ് കുഞ്ഞു ഇറ്റ്സ് മൂവിങ്. നല്ല ഭംഗിയുണ്ട് കുഞ്ഞാളെ കാണാന്. ഓക്കെ ഓ മൈ ഗോഡ് കൊള്ളാം. ഇടയ്ക്ക് ഞാൻ ഈ സാധനം എന്നിങ്ങനെ പിടിച്ചിട്ട് ബാക്കോട്ട് മൈ ഗോഡ്. നമുക്കിത് പുറത്തു കൊണ്ട് ഓടിക്കാനുള്ള ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓടിച്ചിട്ട് കാര്യമില്ല. ഓ ഇടിക്കരുത്. പതിയെ
Yes. അങ്ങോട്ട് പോയിക്കോ നേരെ പൊക്കോ അത് പൊട്ടി വികുലേക്ക് ഇനി നേരെ ബാക്ക് കുഞ്ഞോളെ നേരെ ബാക്ക് ഫുൾ ബാക്ക് ഓക്കെ വെക്ക അത് വെക്ക അത് കളിക്കല്ലേ ബാക്ക് ഫുൾ ദേഷ്യപ്പിടിപ്പിക്കുന്ന എന്തൊക്കെ ചെയ്യുന്ന ചെടി എടുത്ത് വെക്ക് പോയിട്ട് അപ്പൊ എന്റെ പോലീസ് വണ്ടിയും എന്റെ ഡ്രൈവിംഗ് ഞാൻ പഠിച്ചു ഡ്രൈവിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യേ. ഇനി നാളെ നമ്മള് വേറെ ഏതെങ്കിലും കള്ളന്മാരെ വണ്ടിയിലൊക്കെ കൊണ്ടുവരും. മണി ഹീസ്റ്റിന് ഇതിപ്പോ നോക്കിയാ വേറെ ഏതൊരു മോഡലാട്ടോ മുമ്പോട്ടും ബാക്കോട്ടും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ടയറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം എന്തോ ഒരു ടൈപ്പ് മോഡലാട്ടോ. കൊള്ളാം. അയ്യോ അത് കൊള്ളല്ലേ ഞങ്ങളെ. നാളെ കാണാം. ഓക്കെ.